أشهد أن لا إله إلا الحمد لله ربي يهتف باسمك قلبي. الحمد لله الحمد لله الحمد لله ربي يهتف باسمك قلبي. الحمد لله الحمد لله حمدا إلهي وشكرا أنت يا معبود يا من جل قدره جل قدره. لك الحمد صمتا لك الحمد فرضا لك الحمد خفقا حثيثا ونبضا لك الحمد صمتا. اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إنك تهدي من تشاء إلى صراط مستقيم. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أبت نفسي تتوب فما احتيالي إذا برز العباد لذا الجلال وقاموا من قبورهم سكارى بأوزار
كأمثال الجبال وقد نصب الصراط لكي يجوزوا فمنهم من يكب على الشمال ومنهم من يسير لدار عدن تلقاه العرائس بالغوالي يقول له المهيمن يا ولي غفرت لك الذنوب فلا تبالي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ജീവിക്കുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. വിഷയം സിറാത്ത് എന്നത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയപ്പെടുന്ന വിഷയം, ആ വിഷയം അദൃശ്യ വിഷയങ്ങളിൽപ്പെട്ട കാര്യമാണ്. മരണാനന്തര ജീവിതത്തിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സിറാത്ത് എന്നത്. അദൃശ്യ കാര്യങ്ങളിൽ പെട്ടതോടൊപ്പം തന്നെ അത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ കൂടി ഉൾപ്പെട്ടതാണ്. സിറാത്ത് എന്ന ഒരു കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കൽ പരലോക വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. യുക്തിവാദികളും ആധുനിക ഇസ്ലാമിസ്റ്റുകളും യുക്തിയുടെ വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്ന ആളുകളും എതിർക്കുന്ന ഒരു വിഷയം കൂടിയാണ് സിറാത്ത്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതും കാണാത്തതും വിശ്വസിക്കൽ അത്യന്താപേക്ഷിതമാണ്. വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിൽ തുടക്കത്തിൽ കാണാം നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ذلك الكتاب لا ريب فيه هدى للمتقين. ആ ഗ്രന്ഥം, അതിൽ സംശയമേതുമില്ല,
സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സന്മാർഗം ലഭിക്കുന്നതാണത്. ആരാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണവർ. ഒന്നാമത്തെ വിശ്വാസിയുടെ യോഗ്യത പറയുമ്പോൾ ഒന്നാമത് അല്ലാഹു എടുത്തു പറഞ്ഞത് അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, പടച്ചവനെ കണ്ടിട്ടല്ല. മരണാനന്തര ജീവിതം ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു, അത് മരണാനന്തര ജീവിതം ആരെങ്കിലും പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടല്ല. അവിടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസുകൾ, ത്രാസുകൾ ഉണ്ട് എന്ന് പറയുന്നു, അതവർ വിശ്വസിക്കുന്നു, കണ്ടിട്ടല്ല. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, അതൊന്നും അവർ കണ്ടിട്ടില്ല, പക്ഷെ അവർ വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുക എന്നത് വിശ്വാസികളുടെ മാത്രം യോഗ്യതയായി, അവരുടെ മാത്രം പ്രത്യേകതയായി ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നിസ്കാരം നിലനിർത്തുകയും അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യും, അവർക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കുകയും ചെയ്യും. ഇനി വീണ്ടും ഖുർആൻ തുടരുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, പ്രവാചകരെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും താങ്കൾക്ക് മുമ്പുള്ള ആളുകൾക്ക്, പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കുന്നു. അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവർ വിശ്വസിക്കുന്നു. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ പരലോകത്തെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ളവരാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പടച്ച തമ്പുരാന്റെ അടുത്ത് എത്തുമ്പോൾ കാണാനിരിക്കുന്ന, അനുഭവിക്കാനിരിക്കുന്ന, അറിയാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന ശാഠ്യം, ദുശാഠ്യം, അത് പാടില്ല എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്ന വിഷയം അത് ശക്തമായി വിശദീകരിച്ചു കൊടുക്കൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർത്തവ്യമാണ് എന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 43-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ഒരുപക്ഷെ സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എല്ലാ ഘടകങ്ങളും ഖുർആൻ പറഞ്ഞോണം എന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിൽ പരന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അതിൽ ധാരാളം അതിശയോക്തികൾ കലർന്ന വിശ്വാസം ഉള്ളവരുണ്ട്. നിരാകരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു സംഗതിയെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും അതിനെ നിരാകരിക്കുന്ന ആളുകളും ഉണ്ട്. വിശ്വാസികൾ ഇതിന്റെ രണ്ടിന്റെയും മധ്യ നിലവാരത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിഷയത്തിൽ അറിഞ്ഞിരിക്കൽ, പഠിച്ചിരിക്കൽ, മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാകുന്നു എന്ന് പരിശോധിക്കാം. നമുക്ക് സിറാത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ? സിറാത്ത് എന്ന് പറഞ്ഞാൽ മാർഗം, പാലം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് ആദ്യമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ആയിഷ ബീവിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്നഹാ സഅലത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, ഐന യകൂനുൻ നാസു യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്, നബിയേ, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി, ഭൂമി ഭൂമിയല്ലാതെ ആക്കപ്പെടുന്ന ദിവസം, വസ്സമാവാതു ആകാശങ്ങളും ആകാശങ്ങളല്ലാതെ ആക്കപ്പെടുന്ന സന്ദർഭം, ആ ദിവസം.
ആകാശത്ത് മിന്നിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന നക്ഷത്രങ്ങൾ മുഴുവനും ഇളകി വീണുകൊണ്ട് ആകാശത്തിന്റെ നാശം സമ്പൂർണമായി കഴിയുമ്പോൾ അയ്ന യകൂനുന്നാസു, ജനങ്ങൾ എവിടെയായിരിക്കും നബിയെ? ആയിഷ ബീവിയുടെ ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലസ്സിറാത്ത്, അവർ സിറാത്തിന്റെ മേലെയായിരിക്കും ആയിഷ, അവർ സിറാത്തിലായിരിക്കും. ഇതേ ചോദ്യം പ്രവാചകന്റെ അടുത്ത് വേറെ ഒരാൾ വന്നു. അതേ മുസ്ലിമിൽ തന്നെ റിപ്പോർട്ട് ഹദീസിൽ കാണാം, അന്ന ഹിബ്റൻ മിനൽ യഹൂദി സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ന യകൂനുൻ നാസു യൗമ തുബദ്ദലുൽ അർദു വസ്സമാവാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കുകയാണ് യഹൂദി പണ്ഡിതൻ. പ്രവാചകനോട് ചോദിച്ചു, അയ്ന യകൂനുൻ നാസു യൗമ തുബദ്ദലുൽ അർദു വസ്സമാവാത്, ആകാശങ്ങളും ഭൂമിയും തകർത്ത് തരിപ്പണമാക്കപ്പെട്ടതിനു ശേഷം ജനങ്ങളൊക്കെ എവിടെയായിരിക്കും മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, ഹും ഫിൽ ളൽമ, അവർ അന്ധകാരങ്ങളിൽ ആയിരിക്കും, ദൂനൽ ജസ്രി, പാലത്തിന്റെ അടുത്ത് അവർ അന്ധകാരത്തിലായിരിക്കും. ജൂതനായ മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. ജൂതന്മാരുടെ വിശ്വാസത്തിൽ സിറാത്ത് ഉള്ളത് കൊണ്ടാണ് പ്രവാചകൻ സത്യപ്രവാചകനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. കേവലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പിൽക്കാല ഹദീസ് പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്ത ഒരു മിഥ്യാധാരണയായിരുന്നില്ല ഇത് എന്ന് അതിലൂടെ പഠിപ്പിക്കുകയാണ്. എവിടെയായിരിക്കും നബിയെ ജനങ്ങളെല്ലാവരും? പറയൂ മുഹമ്മദ് നബിയെ, എവിടെയാണ്? ആകാശങ്ങൾ തകർക്കപ്പെട്ടതിന് ശേഷം, ഭൂമി തകർക്കപ്പെട്ടതിന് ശേഷം ആളുകളൊക്കെ എവിടെയായിരിക്കും മുഹമ്മദ് നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ളൽമ, അന്ധകാരത്തിലാണ് ജനങ്ങൾ, ദൂനൽ ജസ്രി, പാലത്തിന്റെ അടുത്ത് അന്ധകാരത്തിലായിരിക്കും ജനങ്ങളെല്ലാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയദ്രിബുസ് സിറാത്തു ബൈന ളഹ്റാനി ജഹന്നം, നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് പടച്ച തമ്പുരാൻ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. വയദ്രിബു, അല്ലാഹു നിർമ്മിച്ചു അല്ലെങ്കിൽ ഇട്ടു, അസ്സിറാത്ത്, സിറാത്തിനെ, ബൈന ളഹ്റാനി ജഹന്നം, ജഹന്നമിന്റെ മുകളിലായി. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ സിറാത്ത് ഉണ്ടോ എന്ന ചോദ്യത്തിന് സ്വഹീഹായ ഹദീസുകൾ മറുപടി പറയുന്നു, ഉണ്ട്. ഇനി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് നമ്മളെ. പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലെ ഒരായത്ത്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, നിങ്ങളിൽ നിന്ന് ഒരാളും നരകത്തിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടാതെ ഉണ്ടാവുകയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, അത് പടച്ച തമ്പുരാൻ തീരുമാനിച്ച് കഴിഞ്ഞ ഒരു തീരുമാനമാകുന്നു. എല്ലാവരും നരകത്തിന്റെ അടുത്ത് വന്നിട്ടല്ലാതെ സ്വർഗത്തിലേക്ക് പോവാൻ സാധ്യമല്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ പറഞ്ഞു, അൽ വുറൂദ്, കൊണ്ടുവരപ്പെടുക, പ്രത്യക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം അൽ മുറൂറു അലസ്സിറാത്ത്, സിറാത്തിന്റെ മേലെയുള്ള നടത്തമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സിറാത്തിന്റെ മേലെ നടന്നു പോകുന്നതിനെയാണ്, അതിലൂടെയുള്ള കടന്നുപോക്കിനെയാണ്
വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ എന്ന് പറഞ്ഞ ആയത്തിൽ ഉള്ളത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിശുദ്ധ ഖുർആനിന് വിശദീകരണം പറയുമ്പോ റഈസുൽ മുഫസ്സിർ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നർത്ഥത്തിലാണ് സ്വഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, പടച്ചവനെ ഇദ്ദേഹത്തിന് നീ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കണമേ. അവിടുത്തെ കൈ ഇബ്നു അബ്ബാസ് അള്ളാന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ടും പറഞ്ഞു എന്ന് കാണാം. അപ്പൊ അങ്ങനെ ഖുർആൻ പഠിച്ചു മനസ്സിലാക്കിയ ആൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ വുറൂദ് വാരിദുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അൽ മുറൂറു അലസ്സിറാത്ത്, സിറാത്തിന്റെ മേലെയുള്ള നടത്തമാണ്, കടന്നു പോക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിറാത്ത് ഉണ്ട് എന്ന് വ്യക്തമായി. പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാകുന്നു സിറാത്ത് ഉണ്ട്. എന്നാൽ എന്തായിരിക്കും സിറാത്ത് എന്ന് പറഞ്ഞത്? എങ്ങനെയായിരിക്കും അതുണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഹദീസ്. ആ സുദീർഘമായ ഹദീസിൽ കാണാം, ثم يضرب الجسر على جهنم, പിന്നെ നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലം ഉണ്ടാക്കുകയാണ്, നിശ്ചയിക്കുകയാണ്. ഫയഖൂലൂന, അവർ പറയുന്നു, അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചവനെ രക്ഷപ്പെടുത്തണേ, പടച്ചവനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖീല, ഇത് കേട്ടപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ ജസ്ർ, എന്താണ് നബിയെ ഈ പാലമെന്ന് പറഞ്ഞാൽ? ഖാല, പ്രവാചകൻ പറഞ്ഞു, ദഹ്ദുൻ മസല്ലത്തുൻ ഫീഹി ഖതാതീഫ് വകലാലീബ് വഹസ്കത്തുൻ തകൂനു ബിനജ്ദ് ഫീഹാ ശുവൈക യുഖാലു ലഹാ അസ്സഅദാൻ ഫയമറുഹുൽ മുഅ്മിനു കതുർഫിൽ ഐൻ വകൽബർഖ് വകർരീഹ് വകത്വയ്ർ വകഅജാവീദുൽ ഖൈലി വർരികാബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുന്നു സ്വഹാബത്തിന്, എന്താണ് നബിയെ ഈ പാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, ആ പാലത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയണമോ? ദഹ്ലുൻ, അതിശക്തമായി വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്, ശക്തമായി വിറച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ പാലം. മസല്ലത്തുൽ, അതെ, അതുപോലെ തന്നെ മറ്റൊരു പദം കൂടി പ്രവാചകൻ പറയുന്നു, മസല്ലത്തുൻ, സൽസലത്തുള്ളതാണത്, അത് സൽസലത്തിന്റെ ഇടമാണ്. ഫീഹി ഖതാതീഫ്, ആ പാലത്തിൽ തന്നെ ഖതാതീഫുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഖതാതീഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികൂടുന്ന ഒരു വസ്തു. കൊളുത്ത് എന്നും പിന്നെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങളൊക്കെ, അതിനെക്കുറിച്ചാണ് എന്ത് പറയാ, ഖത്ഫ്. ശക്തമായ പ്രകാശം വന്നിട്ട് കണ്ണിങ്ങനെ അഞ്ചി പോകില്ലേ, കണ്ണിന്റെ കാഴ്ചങ്ങ് എടുത്തു പോകുന്ന നിലക്ക് പെട്ടെന്ന് അടിച്ചു പോവുക, ആ നിലക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ. കഴിഞ്ഞില്ല, വകലാലീബ്, കൊളുത്തുകളുണ്ട്, കൊക്കകൾ, മനുഷ്യനെ തൂക്കിയെടുക്കാൻ പറ്റുന്ന ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ട കൊക്കകൾ. വഹസ്കത്തുൻ തകൂനു ബിനജ്ദ്, നജ്ദിൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള മുള്ളുകൾ, ചെറിയ 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 മുള്ളുകളുള്ള ഒരു തരം ആയുധത്തിനാണ് ഹസ്കത്ത് എന്ന് പറയുക. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ട ധാരാളം മുള്ളുകൾ ഘടിപ്പിച്ച ഒരു ആയുധത്തിനാണെന്ന് പറയാ ഹസ്കത്ത് എന്ന് പറയാ. അതും അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. യുഖാലു ലഹാ അസ്സഅദാൻ, അതിന് നിങ്ങൾ സഅദാൻ എന്നാണ് പറയുന്നത്. അതേ രൂപത്തിലുള്ള ഒരു ആയുധം കൂടി അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിലൂടെ ജനങ്ങളുടെ പോക്കെങ്ങനെ എന്നറിയുമോ? ഫയമറുഹുൽ മുഅ്മിൻ,
വിശ്വാസി കടന്നു പോകുന്നു കതുർഫിൽ ഐൻ, കണ്ണ് ഇമ വിട്ടി തുറക്കുന്നതിന് മുമ്പേ, കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിലാണ് ആരും കടന്നു പോവുക? വിശ്വാസി കടന്നു പോവുക. വക്കൽ ബർഖി, മിന്നറിയുന്ന വേഗതയിലും, വക്കർരീഹി, കാറ്റടിക്കുന്ന വേഗതയിൽ, വക്കത്വൈരി, പക്ഷികൾ പാറുന്ന വേഗതയിലും, വകഅജാവീദിൽ ഖൈലി വറികാബ്, മുന്തിയ തരം ഒട്ടകങ്ങളും കുതിരകളും പോകുന്ന സ്പീഡിലും. അങ്ങനെയൊക്കെയാണ് ആളുകൾ അതിലൂടെ രക്ഷപ്പെടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് രക്ഷപ്പെടുന്ന ആളാരാണ്? തീർത്തും നല്ല മുസ്ലിമായ മനുഷ്യൻ രക്ഷപ്പെടും. പിന്നെ പ്രവാചകൻ പറഞ്ഞു മഖ്ദൂസുൻ മുർസൽ. മഖ്ദൂഷ് എന്ന് പറഞ്ഞാൽ ശക്തമായ പാടുകളുള്ള ആള്, അഥവാ പാലത്തിലൂടെ പോകുമ്പോ അവിടുന്നുള്ള പിടുത്തവും വീഴ്ചയും മുറിവും ഒക്കെ പറ്റിയിട്ട് ദേഹമാസകലം മുറിവ് പാടുകളോടുകൂടി ചില ആളുകൾ അപ്പുറത്തേക്ക് എത്തും. മുർസൽ, അവരാരാണ്? വിട്ടയക്കപ്പെട്ടവരാണ്, അങ്ങോട്ട് അയക്കപ്പെട്ടവരാണ്. രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. പിന്നെ ചില ആളുകളുണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് നരകത്തിലേക്ക് ഇടപ്പെട്ടവരുണ്ട്. അവൻ നരകത്തിൽ പതിച്ചുപോയി, അവിടുന്ന് രക്ഷപ്പെടുകയില്ല എന്ന്. മനസ്സിലായോ? ഇനി ആ പാലത്തിന്റെ വീതിയും നീളവും കൂടി നമ്മൾ അറിയണം. പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരൊക്കെ പറയാറുണ്ട്, പഴയ കാലത്ത് എന്നതാ പറഞ്ഞ പിന്നെ അതിശയോക്തി കലർന്ന വിശ്വാസങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. ഒരു വാദം പറയാറുണ്ട്, ഫാത്തിമ ബീവിയുടെ ഒരു മുടി നാരെടുത്തിട്ട് അത് ഏഴായിട്ട് കീറിയിട്ട് അതിലൊന്നാണ് എന്ത് ചെയ്യാ നരകത്തിന്റെ മേലെ വെച്ചു. അപ്പോ യുക്തിവാദികളായ ആളുകളൊക്കെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ അങ്ങനെ ശക്തമായ ഈ ചൂട് അടുക്കുമ്പോ മുടി ഉരുകിപ്പോകൂലേ? അങ്ങനെ അപ്പൊ മുടി ഉരുകിപ്പോകൂലേ എന്നൊക്കെ ആളുകൾ കളിയാക്കി ചോദിച്ചു. യഥാർത്ഥത്തിൽ ഹദീസിലുള്ളത് എന്താണ്? മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ബലഗനി അന്നൽ ജസ്റ ദഖു മിനശ് ശർ വഅഹദ്ദു മിനസ് സൈഫ്. സഹീഹായ ഹദീസ് അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് പ്രവാചകനിൽ നിന്നും ഹദീസ് എത്തിയിട്ടുണ്ട്. എങ്ങനെ? അന്നൽ ജസ്റ, നരകത്തിന്റെ മേൽ നിശ്ചയിക്കപ്പെട്ട പാലം, അദഖു മിനശ് ശർ, അത് മുടിനാരിനേക്കാൾ നേർത്തതാണ്. മുടിനാര് ഏഴായി കീറിയിട്ടല്ല, ഒരു മുടിനാരിനേക്കാൾ നേർത്തത്. വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണത്. സുബ്ഹാനല്ലാഹ്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, മുടിനാരിനേക്കാൾ നേർമയേറിയത്. അങ്ങനെയാണ്, അതാണെന്ത് ജസ്ർ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വയദ്രിബുൽ ജസ്റ ബൈന ളഹ്റാനി ജഹന്നം, നരകത്തിന്റെ മുകളിലൂടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പാലം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ധാരാളം കുടുക്കുകളുള്ള, ആളുകളെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ആയുധങ്ങളുള്ള, അതുപോലെ തന്നെ വാളിനേക്കാൾ മൂർച്ചയുള്ള ആ പാലം നരകത്തിന്റെ മുകളിലൂടെ നിശ്ചയിക്കപ്പെട്ടു. പ്രവാചകൻ പറയുന്നു, ഫഅകൂനു അന വഉമ്മതി അവ്വലു മൻ യുജീസ്, ഞാനും എന്റെ ഉമ്മത്തുമാണ് അതിന്റെ പുറത്തുകൂടി ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ. വിളിക്കുമെന്നാണത്രേ ഹദീസിൽ കാണുന്നത്. എവിടെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ? അദ്ദേഹത്തിന്റെ ഉമ്മത്തും എവിടെ? വിളിക്കും. വരുവത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമ്മത്തും. എന്നിട്ട് പ്രവാചകൻ അപ്പുറത്തേക്ക് കടന്നെത്തും. എത്തിയാൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബേജാറാണ്. അവിടുന്ന് പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അവിടുത്തെയുടെ ഉമ്മത്തിന്റെ വരവ് കാണുമ്പോ സ്പീഡിൽ സഞ്ചരിക്കുന്നവരൊക്കെ സഞ്ചരിച്ച് അതിനിടക്ക് തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെടുന്ന ചില ആളുകളെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന തന്നെ എന്തായിരുന്നു? വേറൊന്നും വർത്താനമില്ല എന്നാ, അല്ലാഹുമ്മ സല്ലിം,
അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ രക്ഷിക്കണേ, പടച്ചവനെ രക്ഷിക്കണേ എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു നമുക്ക് പറഞ്ഞു തരുകയാണ്. വലാ യതകല്ലമു ഫീ ദാലികൽ യൗം, അന്നേ ദിവസം ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല. ഇല്ല റുസുൽ, പ്രവാചകന്മാരല്ലാതെ വേറെ ആർക്കും ശബ്ദിക്കാൻ സാധ്യമല്ല. ഒരൊറ്റയാളും ശബ്ദിക്കാൻ കഴിയാത്ത ദിവസമാണത്. ആകെ സംസാരിക്കുന്നത്, ശബ്ദം ഉയർന്നു കേൾക്കുന്നത് പ്രവാചകന്മാരുടെ മാത്രം. എന്താണ് അവരുടെ ശബ്ദം? വദഅവത്തുർ റുസുലി യൗമഇദിൻ അല്ലാഹുമ്മ സല്ലിം സല്ലിം. ഓരോ പ്രവാചകന്മാർക്കും പറയാനുള്ളത് പടച്ചവനെ രക്ഷിക്കണേ, പടച്ചവനെ രക്ഷിക്കണേ എന്ന് മാത്രമാണ് എല്ലാ പ്രവാചകന്മാരും. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും അലൈഹിമസ്സലാത്തു വസ്സലാം മുഴുവൻ പ്രവാചകന്മാരും പറയുന്നത് അല്ലാഹുമ്മ സല്ലി, അല്ലാഹുമ്മ സല്ലി, പടച്ചവനെ രക്ഷിക്ക്, പടച്ചവനെ രക്ഷിക്ക് എന്നായിരിക്കും എല്ലാ പ്രവാചകന്മാരും പറയുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതിലുള്ള മുള്ളുകളും അതിലുള്ള കുടുക്കുകളും ഒക്കെ പ്രവാചകൻ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ലാ യഅരിഫു ഖദ്റ അളമതിഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ അതിന്റെ തോതറിയാൻ കഴിയുള്ളൂ. എന്താണ് അത്, എങ്ങനെയാണ് എന്ന് ശക്തമായി പറയാൻ നമുക്ക് സാധ്യമല്ല. അതിന്റെ വിശദീകരണം, അതിന്റെ യഥാർത്ഥ വസ്തുത അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ പാലത്തിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ആളുകൾ നിൽക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, വതുർസലുമാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അയക്കപ്പെടും അൽ അമാനത്തു വർ-റഹം, വിശ്വസ്തതയും കുടുംബബന്ധവും കൊണ്ടുവരുന്നു. ഫയഖൂമാനി ജംബത്തയി സിറാത്ത് യമീനം വശിമാല, ഈ പാലത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി കുടുംബബന്ധവും അമാനത്തും നിൽക്കുകയാണ്. ഫയമുറു അവ്വലുക്കും കൽ ബർഖ്, ഒന്നാമതായി കടന്നു പോകുന്ന ആളുകൾ മിന്നറിയുന്ന വേഗത്തിൽ കടന്നു പോകുന്നു. ആലോചിച്ച് നോക്ക്, പ്രവാചകൻ പറഞ്ഞ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്ത്? അമാനത്തും റഹമും, കുടുംബബന്ധവും അമാനത്തും ഈ പാലത്തിന്റെ രണ്ട് സൈഡിലായിട്ട് നിർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് രണ്ടും എടുത്തു പറഞ്ഞത്? ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന രണ്ട് മേഖലകളാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് അടുത്തു വരുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയാൽ, മനുഷ്യരാശി മുഴുവനും ദുഷിച്ചു നാറിക്കഴിഞ്ഞാൽ, ധർമ്മം ഒരിടത്തും കാണാത്ത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ, ആളുകളിൽ നിന്ന് പിന്നെ വിശ്വാസം കടന്നു പോകുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്രയോ ശരിയാണ്. ഉപ്പയ്ക്ക് മകളെ വിശ്വസിക്കാൻ കഴിയും, മകൾക്ക് ഉപ്പയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ജ്യേഷ്ഠന് അനുജനെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നൊന്തു പ്രസവിച്ച മാതാവിന് താൻ അമ്മിഞ്ഞപ്പാലൂട്ടി വളർത്തിയ തന്റെ മകനെ വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടം. സുബ്ഹാനല്ലാഹ്, ഓർത്തു നോക്ക് നിങ്ങൾ, ഏകദേശം ആ കാലഘട്ടമാണ് ഇന്ന്. സ്വന്തം പിതാവിൽ നിന്ന് ഗർഭം പേറേണ്ടുന്ന ഗതികേടിലെത്തിയ മക്കൾ ജീവിക്കുന്ന നൂറ്റാണ്ട്. സ്വന്തം മകനെ പേടിച്ചുകൊണ്ട് വീട്ടിൽ രണ്ട് പൂട്ടിട്ടുകൊണ്ട് കഴിയേണ്ടി വരുന്ന മാതാവിന്റെ ഗതികേട്. സ്വന്തം പിതാവിനെ പേടിച്ചുകൊണ്ട് വീട്ടിൽ കഴിയേണ്ടി വരുന്ന പെൺകുട്ടികളുടെ കഷ്ടപ്പാട് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പിന്നെയോ വിശ്വസിച്ചൊന്നും ഏൽപ്പിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുയ്യഅത്തിൽ അമാനത്തു ഫന്തളിരിസ്സാ, വിശ്വസ്തത നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ, വിശ്വസ്തത പാഴാക്കപ്പെടുന്ന ഒരു കാലഘട്ടം മനുഷ്യരെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഫന്തളിരിസ്സാ, നിങ്ങൾ ഈ ലോകത്തിന്റെ ഒടുക്കത്തെ പ്രതീക്ഷിച്ചുകൊള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേ, അങ്ങനെ കൂടുതൽ പാഴാക്കപ്പെടാൻ സാധ്യതയുള്ള അമാനത്ത് ഈ പാലത്തിന്റെ ഒരു സൈഡിൽ അതാ നിൽക്കുന്നു. അതിനെ പാഴാക്കിയവന്
അതിന്റെ അടുത്തുകൂടി പോകാൻ കഴിയുമോ സഹോദരങ്ങളെ? അതിനെ പാഴാക്കിയവന് അതിന്റെ അടുത്തുകൂടി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? തൊട്ടപ്പുറത്ത് കുടുംബബന്ധം നഷ്ടപ്പെടുത്തപ്പെടുന്ന ആളുകൾ, പ്രവാചകൻ പറയുന്നു, ആ പാലത്തിന്റെ തൊട്ടടുത്ത് അതിന്റെ ഇടതുഭാഗത്ത് അല്ലെങ്കിൽ വലതുഭാഗത്ത് കുടുംബബന്ധവും നിൽക്കുകയാണ്. കുടുംബബന്ധം മുറിച്ചിട്ട് ജീവിതം നയിച്ച് മരണപ്പെട്ടു പോയവന് എങ്ങനെയാണ് സഹോദര അതിന്റെ മുന്നിലൂടെ കടന്നു പോകാൻ കഴിയുക? എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ആർക്കും ആരെയും ഓർക്കാൻ കഴിയാത്ത സമയങ്ങളാണതെല്ലാം. ആർക്കും ആരെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത കാലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അവർകളതാ കരയുകയാണ്. നരകത്തെക്കുറിച്ച് ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവി കരയുകയാണ്. സഹോദരങ്ങളെ, എത്ര പ്രാവശ്യം നരകത്തെക്കുറിച്ച് കേട്ടവരാണ് ഞാൻ. എത്ര പ്രാവശ്യം നരകത്തെക്കുറിച്ച് കേട്ടു നമ്മൾ. ഒരിക്കലെങ്കിലും കണ്ണിൽ നിന്ന് ഒരൽപ്പം കണ്ണുനീർക്കണം ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ടോ? നമ്മുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയിട്ടുണ്ടോ പടച്ചവനെ പേടിച്ചുകൊണ്ട്? സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലകി യാ ആയിഷ, ഏ ആയിഷ, എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് നിനക്ക് പറ്റിയത്? ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ദക്കർതുന്നാറ ഫബകൈതു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്തുപോയി. നരകത്തിലെ വിവിധങ്ങളായ ശിക്ഷകളെ കുറിച്ച് ഓർത്തുപോയി. അപ്പോഴാൻ കരഞ്ഞു പോയതാണ് നബിയെ. എന്നിട്ട് പ്രവാചകനോട് ബീവി ആയിഷ ചോദിക്കുന്നു, ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബേ, ഖിയാമത്ത് നാളിൽ ലോകം മുഴുവനും നശിച്ച് നാമാവശേഷമാകുന്ന ദിവസത്തിൽ അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമോ നബിയെ? ഫഹൽ തദ്കുറൂൻ, നിങ്ങൾ ഓർക്കുമോ നബിയെ? അഹ്ലീകും, അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമോ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങ് ഓർക്കുമോ നബിയെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. ആയിഷ ബീവിയോട് പ്രവാചകൻ പറയുന്നു, ആയിഷ, മൂന്ന് സ്ഥലങ്ങളിൽ ഒരാൾക്കും ഒരാളെയും ഓർക്കാൻ കഴിയാത്ത ആ സമയങ്ങളാണ്. 3 ഇടങ്ങളിൽ എനിക്ക് പോലും ആരെയും ഓർക്കാൻ കഴിയില്ല ആയിഷ. പ്രവാചകൻ പറഞ്ഞു, ഇൻദൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിന്റെ അടുത്ത്, ഹത്താ യഅലം അയഖഫ് മീസാനുഹു വം യസ്ഖുൽ, എന്റെ മീസാൻ, എന്റെ ത്രാസി, എന്റെ തുലാസ് കനം കുറഞ്ഞു പോകുമോ കനം കൂടുമോ എന്ന വേവലാതിയിലാണ്, സ്വന്തത്തെക്കുറിച്ചുള്ള ബേജാറിലാണ് ആളുകൾ. അപ്പോൾ ഒരിക്കലും മറ്റൊരാളെ ഓർക്കാൻ കഴിയില്ല ആയിഷ. എന്റെ കർമ്മങ്ങൾ എന്തായിരിക്കും എന്ന ചിന്തയാണ്. വഇൻദൽ കിതാബ്, അതുപോലെ തന്നെ കർമ്മരേഖ നൽകപ്പെടുന്ന സന്ദർഭം, ഹീന യുഖാൽ, പറയപ്പെടും, ഹാ ഉഖ്റഊ കിതാബിയ. നന്മ ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ മാത്രം ജീവിച്ച ആളുകൾ, അവരുടെ ഗ്രന്ഥം വലം കൈയിൽ കൊടുക്കപ്പെടുന്ന സമയം, തിന്മയിലൂടെ ചരിച്ച ആളുകൾക്ക് അവരുടെ കർമ്മരേഖ ഇടം കൈയിൽ കൊടുക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ വേജാറിലാണ്. ഓരോരുത്തരും അവരവരുടെ ഗ്രന്ഥം വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്റെ ഗ്രന്ഥം വലത് കൈയിലാണോ കിട്ടുക, അതല്ല ഇടത് കൈയിലാണോ കിട്ടുക എന്ന ബേജാറിലാണ് ആയിഷ ആളുകൾ. അതുകൊണ്ട് അപ്പോഴും ആരെയും ഓർക്കാൻ കഴിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3ാമത്തെ ഇടം എവിടെയാണെന്നറിയുമോ? സിറാത്തിന്റെ അടുത്തും ആർക്കും ആരെയും ഓർക്കാൻ കഴിയില്ല ആയിഷ. സിറാത്തിന്റെ അടുത്ത് ശക്തമായി വിറച്ചുകൊണ്ട് നിൽക്കുന്ന, മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ട, ശക്തമായ മൂർച്ചയുള്ള, ശക്തമായ അന്ധകാരമുള്ള,
നരകത്തിന്റെ മുകളിലൂടെ നിശ്ചയിക്കപ്പെട്ട സിറാത്ത്, ആ സിറാത്തിന്റെ അടുത്ത് ആളുകൾ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നു കടന്നു പോകാൻ. അപ്പോഴും ആർക്കും ഓർക്കാൻ കഴിയില്ല. പ്രവാചകൻ പറയുന്നു, യഹ്ബസുല്ലാഹു ബിഹാ മയശാഉ മിൻ ഖൽഖിഹി ഹത്താ യഅലം അയൻജു അം ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ അതുകൊണ്ട് പിടിക്കുന്നു, തടഞ്ഞു വെക്കുന്നു. സൃഷ്ടികൾക്കറിയില്ല ഞാൻ രക്ഷപ്പെടുമോ രക്ഷപ്പെടുകയില്ലേ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ആളുകൾ ഉള്ളത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ആളുകൾ എങ്ങനെയായിരിക്കും അതിലൂടെ കടന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ, ആളുകൾ അങ്ങനെ ശക്തമായി പല രൂപത്തിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങളുടെ ശക്തമായ പ്രകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ ആ പ്രകാശവും അവർ ചെയ്ത കർമ്മങ്ങളാണ് പ്രകാശമായും അതുപോലെ തന്നെ വേഗതയായി രൂപാന്തരപ്പെടുക എന്നാണ്. കർമ്മങ്ങളുണ്ടോ നിങ്ങൾക്ക് ശക്തമായ പ്രകാശം അവിടെ ലഭിക്കും. നിങ്ങൾ വിചാരിക്കണ്ട മുന്നിൽ പോകുന്ന ആളുടെ ആ പ്രകാശത്തിന്റെ വെളിച്ചം കണ്ടിട്ട് അയാളുടെ പിന്നാലെ ഒന്ന് പൊയ്ക്കളയാം എന്ന് വിചാരിക്കണ്ട. മുന്നിൽ പോകുന്നയാള് ശക്തമായ ചന്ദ്രന്റെ ഏറ്റവും പ്രകാശമുള്ള ദിവസമാണല്ലോ 14 രാവിലെ ചന്ദ്രന്. ആ നിലക്ക് മുഖകമലം പ്രകാശിക്കുന്ന ആളുകൾ, മൊത്തത്തിൽ പ്രകാശമുള്ള ആളുകൾ പോകുമ്പോഴും അതിന്റെ തൊട്ടടുത്ത് പ്രകാശമില്ലാതെ കഷ്ടപ്പെടുന്ന ആളെ കാണാൻ കഴിയുമെന്നാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ പ്രകാശത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആളുകളോട് പറയപ്പെടും, നിങ്ങൾ നടക്കൂ, സിറാത്തിന്റെ പുറത്തുകൂടി സഞ്ചരിക്കൂ എന്ന് പറയും. ഫയമുറൂന അലാ ഖദ്രി നൂരിഹിം, അങ്ങനെ അവർക്ക് നൽകപ്പെട്ട പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പോകുന്നു. ഫമിൻഹും മൻ യമുറുക തുർഫത്തിൽ ഐൻ, കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ചില ആളുകൾ കടന്നുപോയി. വമിൻഹും മൻ യമുറു കൽ ബർഖ്, മിന്നറിയുന്ന വേഗത്തിൽ ചില ആളുകൾ കടന്നുപോയി. വമിൻഹും മൻ യമുറു കസ്സഹാബ്, മേഘം പാറുന്നത് പോലത്തെ വേഗതയിൽ ചില ആളുകൾ കടന്നുപോയി. അതുപോലെ തന്നെ ഈ പോകുന്ന ആളുകളുടെ പ്രകാശത്തെയും പ്രവാചകൻ പറഞ്ഞു, വമിൻഹും മൻ യമുറു കൻഖിലാലിൽ കവാകിബ്, നക്ഷത്രങ്ങളുടെ പ്രകാശം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നക്ഷത്രങ്ങളുടെ പ്രകാശം പോലെ പ്രകാശപൂരിതമായ ആളുകൾ അങ്ങനെ കടന്നു പോകുന്നു. ഇങ്ങനെ പ്രകാശം നൽകപ്പെട്ട ആളുകൾ ഓരോരുത്തർക്കും പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനമായി പോകുന്ന ആളറിയുമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യന് അവന്റെ പ്രകാശം അവന്റെ കാൽപാദത്തിലാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ആ നൽകപ്പെട്ട പ്രകാശത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അയാൾ തന്റെ മുഖത്തിന്മേലും കൈയും കാലുമൊക്കെ കുത്തിയിട്ടാണ് പോകുന്നത്. അയാളുടെ പ്രകാശമാവട്ടെ ഒരല്പസമയം പ്രകാശിക്കും. ആ പ്രകാശത്തിൽ ഒരല്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രകാശം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. മൂർച്ചയേറിയ മുള്ളുകളിലേക്ക് കൈകാലുകൾ പതിക്കുന്ന വേദന, മുഖമകം അമർന്നു പോകുന്ന വേദന. പ്രവാചകൻ പറയുന്നു, തജുർയദുൽ വതഅല്ലഖു യദുൽ, കാലുകൾ ഇങ്ങനെ വിറക്കുന്നു, കൈകൾ തകരുന്നു. ചില സമയങ്ങളിൽ കൈകൾ മുറുക്കെ പിടിക്കുന്നു, കാലുകൾ അമർത്തി വെക്കുന്നു. ചില സമയത്ത് കാലുകൾ അടർന്നു പോകുന്നു, കൈകൾ അകടർന്നു പോകുന്നു. അങ്ങനെ പ്രയാസത്തിന്റെ മേൽ പ്രയാസം, ശരീരമൊന്നാകെ മുള്ളു തറച്ച പാടുകളുമായി അയാൾ അവസാനം രക്ഷപ്പെടുകയാണ്. ചെയ്ത അമലിന്റെ കുറവനുസരിച്ചാണ് കഷ്ടപ്പാട് ലഭിക്കുക. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും ഞാനിതാ രക്ഷപ്പെട്ടിരിക്കുന്നു. സ്വന്തത്തെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ വിളിച്ചു പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി മാ ലം യുഅതി അഹദൻ ഇദ് അൻജാനി മിൻഹാ ബഅദ ഇദ് റഅയ്തുഹാ. അയാൾ വിളിച്ചു പറയുന്നു,
അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും പടച്ചവനെ നിനക്കാണ്. അല്ലദീ അഅ്താനി മാ ലം യുഅ്തി അഹദാ, ഒരാൾക്കും നൽകാത്തത് എനിക്ക് നൽകിയില്ലേ നീ. സുബ്ഹാനല്ലാഹ്. എന്താണ് അയാൾക്ക് ലഭിച്ചത്? അയാളുടെ കാൽപാദത്തിൽ ഒരു ചെറിയ പ്രകാശം. അയാൾ ചെയ്ത കർമ്മത്തിന്റെ കുറവ്. വിശ്വാസിയായതുകൊണ്ട് അയാൾ തപ്പിത്തടഞ്ഞപ്പുറത്തെത്താൻ കഴിഞ്ഞു എന്ന് മാത്രം. അയാൾ അനുഭവിച്ച വേദനകളും യാതനകളും ഒക്കെ എത്രയാണ്. പക്ഷെ അയാൾ പറയുന്നത്, എന്നെ ആ ശക്തമായ നരകക്കൊണ്ടിന്ന് രക്ഷിച്ചല്ലോ പടച്ചവനെ നീ എന്നാണ്. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ മുകളിലൂടെയുള്ള പാലത്തിലൂടെ വരുമ്പോ ഞാൻ പല പ്രാവശ്യം നരകത്തെ കണ്ടുപോയി. അതാണ് അദ്ദേഹം അവസാനം പറയുന്നു, ഇത് അഞ്ചാനി മിൻഹാ ബഅദ ഇദ റഅയ്തുഹാ, ഞാൻ അതിനെ കണ്ടല്ലോ പടച്ചവനെ, അതിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലോ നീ, അതിന് നിനക്കാകുന്നു സർവസ്തുതിയും പടച്ചവനെ എന്ന് ഈ മനുഷ്യൻ പറയുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മള് കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന സമയത്ത് അത്രയും ചെയ്യണം. കർമ്മങ്ങളില്ലാതെ അതിന്റെ മുന്നിൽ ഇങ്ങനെ ബേജാറായി നിൽക്കേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരും ശക്തമായ വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ നമുക്ക് ഒന്ന് രക്ഷപ്പെടണ്ടേ? അവിടുന്ന് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? പ്രകാശത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അവിടെ പ്രകാശം ലഭിക്കുന്ന ആളുകൾ, പ്രകാശം ലഭിക്കാത്ത ആളുകൾ. പ്രകാശം ലഭിക്കുന്ന ആളുകൾ ആരാണ്? അവർ വിശ്വാസികളാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിൽ പറയുകയാണ്, യൗമ തറൽ മുഅ്മിനീൻ, വിശ്വാസികളെ നീ കാണുന്ന ദിവസം, വിശ്വാസിനികളെയും നീ കാണുന്ന ദിവസം, യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം, അവരുടെ മുന്നിൽ പ്രകാശമാണ്, അവരുടെ പിന്നിലും പ്രകാശമാണ്, അവരുടെ വലതുഭാഗത്ത് പ്രകാശം, അവരുടെ ഇടതുഭാഗത്ത് പ്രകാശം, അങ്ങനെ ചുറ്റും പ്രകാശത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. ആ പ്രകാശത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴതാ മറ്റൊരു കൂട്ടർ, ഇവിടെ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കൂട്ടർ, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ, കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ, നേരാംവണ്ണം കർമ്മങ്ങൾ ചെയ്യാതെ കാപട്യം നടിച്ചുകൊണ്ട് കടന്ന ആളുകൾ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് ചോദിക്കുന്നു. അല്ലാഹ് പറയുന്നു, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപട വിശ്വാസികളും വിശ്വാസിനികളും ചോദിക്കുന്നു, ലില്ലദീന ആമനു, വിശ്വാസികളോട് ചോദിക്കുകയാണ്, ഉൻറുന, ഞങ്ങളെ ഒന്ന് നോക്കുമോ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കുമോ, കാരുണ്യത്തോടെ നോക്കുമോ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അല്പമൊന്ന് ഞങ്ങൾ കടമെടുത്തുകൊള്ളട്ടെ, ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ലഭിക്കുന്നത് അണഞ്ഞു പോകുന്നു, ഒന്ന് തന്നുകൂടെ അല്പം. വിശ്വാസികൾ പറയും, ഖീലർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ, നിങ്ങൾ പൊയ്ക്കോ പിന്നോട്ട്, ഐഹിക ലോകത്ത് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാതെ പടച്ച തമ്പുരാന്റെ അടുത്ത് രക്ഷപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ടുവന്ന മൂഢന്മാരെ, പൊയ്ക്കോളൂ പിന്നോട്ട്, നിങ്ങൾ സഞ്ചരിച്ചു വന്ന മാർഗത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രകാശം കിട്ടുമോ എന്ന് പരിശോധിച്ചോ എന്ന് അവരോട് പറയപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് പ്രകാശം, ആ പ്രകാശം തന്നെ അവർക്ക് നടക്കുവാൻ, അവർക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഫഉ യൗമൽ ഖിയാമത്തി ഇലാ കുല്ലി മുഅ്മിനിൻ നൂർ, ഖിയാമത്ത് നാളിൽ എല്ലാ വിശ്വാസികൾക്കും പ്രകാശം കൊടുക്കപ്പെടും. വഇലാ കുല്ലി മുനാഫിഖിൻ നൂർ, മുനാഫിക്കുകൾക്കും പ്രകാശം കൊടുക്കും. ഫയംശൂന മഅഹു, അങ്ങനെ അവർ ആ പ്രകാശവുമായി സഞ്ചരിക്കും. ഫബൈനമാ നഹ്നു അലസ്സിറാത്ത്, അങ്ങനെ നമ്മൾ സിറാത്തിലെത്തുമ്പോ ഇത് ഗസൈനാ ളുൽമാ, അവിടെ അതാ അന്ധകാരം മൂടിയിരിക്കുകയാണ് നമ്മളെ. ഫയത്ഫഉ നൂറുൽ മുനാഫിഖ്, അവിടെ വെച്ച് ആ അന്ധകാര നിബിഡമായ പ്രദേശത്ത് വെച്ച് കയ്യിലുണ്ടായിരുന്ന കൈത്തിരി അണഞ്ഞു പോയാൽ, കയ്യിലുണ്ടാകുന്ന കൈത്തിരി അണഞ്ഞു പോയാൽ
അപ്പോൾ അന്ധകാരത്തിനുമേൽ അന്ധകാരത്തിലായി തീരുവല്ലോ മനുഷ്യൻ. പ്രവാചകൻ പറയുന്നു, വിശ്വാസിയുടെ പ്രകാശം അപ്പോഴും ശക്തമായി പ്രകാശിക്കും. അപ്പോഴതാ മുനാഫിക്കുകളുടെ പ്രകാശം കെട്ടുപോയി, വിശ്വാസികളുടെ പ്രകാശം കെടാതെ നിൽക്കുന്നു. കെട്ടുപോകുമോ എന്ന ഭയപ്പാടിലാണ് അവർ വിളിച്ചു പറയും, അവർ പറയുന്നു, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശത്തെ പൂർത്തിയാക്കി നൽകണേ. പടച്ചവനെ, സിറാത്തിൽ എവിടെയെങ്കിലും വെച്ച് ഞങ്ങളുടെ പ്രകാശത്തെയും നീ കെടുത്തിക്കളയല്ലേ തമ്പുരാനെ, ഞങ്ങളുടെ പ്രകാശത്തെ നീ പൂർത്തിയാക്കണേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരുകയും ചെയ്യണമേ തമ്പുരാനെ. ഹീന യുത്ഫി നൂറൽ മുനാഫിഖീൻ, മുനാഫിക്കുകളുടെ പ്രകാശം കെട്ടുപോയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ പ്രകാശം കിട്ടാതെ വലഞ്ഞ് നരകാഗ്നിയിലേക്ക് പതിക്കുന്ന കാഴ്ച വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോരുത്തരും സിറാത്തിലൂടെ കടന്നു പോകുന്നത് ഇങ്ങനെയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അതിലൂടെ കടന്നു നമുക്ക് പോകണമെങ്കിൽ കർമ്മങ്ങളില്ലാതെ പോകാൻ കഴിയില്ല. കർമ്മങ്ങൾ ഓരോന്നും, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഐച്ഛികമായ കർമ്മങ്ങളും ഒക്കെ നമുക്കില്ലെങ്കിൽ പടച്ച തമ്പുരാന്റെ അടുത്ത് അവൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ പാലത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ സഹോദരങ്ങളെ, ആ ഒരു നിലക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ പാഴാക്കി കളയരുത്. ഇന്നതിന്റെ വില നമുക്കറിയില്ല. നാളെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോഴാണ് അതിന്റെ വില നമ്മൾ അറിയുക. അവിടെ എത്തുമ്പോഴാണ് പടച്ചവനെ കുറച്ച് കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അന്ന് പിന്നോട്ടൊന്ന് മടങ്ങിപ്പോയിട്ട് കുറെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥ. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന സമയങ്ങളൊക്കെയും കർമ്മങ്ങൾ ചെയ്യുക. പടച്ചോൻ പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗതയാകുവീൻ. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ പോകുവീൻ. അർളുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം വിശാലതയുള്ളതാണ് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ പോയിക്കൊള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോ പാപമോചനത്തിലേക്ക്, പാപമോചനം കിട്ടാവുന്ന കർമ്മങ്ങളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകണം. നമ്മുടെ നഫ്സുകൾ പലപ്പോഴും പശ്ചാത്തപിക്കാൻ മടിക്കുന്ന നഫ്സാണ്. എന്തിന്? ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നന്മകൾ മാത്രമല്ലേ ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നു. അങ്ങനെ പശ്ചാത്താപം നാം പിന്തിച്ചു കൊണ്ടുപോകുന്നു. അവസാനം എല്ലാ തന്ത്രങ്ങളും അവസാനിച്ചു പോവുകയാണ്. അതാണ് ഒരു കവി പറഞ്ഞത്, അബത് നഫ്സി തതൂബു ഫമഹ്തിയാലി ഇദാ ബറസൽ ഇബാദു ലദൽ ജലാലി. അബത് നഫ്സി തതൂബ്, പശ്ചാത്തപിക്കാൻ എന്റെ നഫ്സ് വിസമ്മതിച്ചിരുന്നു. അങ്ങനെ എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇദാ ബറസൽ ഇബാദു ലദൽ ജലാലി, ജലാലായ മലിക്കുൽ ജബ്ബാറായ പടച്ച തമ്പുരാന്റെ മുന്നിൽ, ആ പടച്ചവന്റെ മുന്നിൽ ആളുകൾ, അടിമകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ വഖാമൂ മിൻ ഖുബൂരിഹിം സുകാറാ, ആളുകളെല്ലാവരും ഖബറിൽ നിന്ന് മസ്ത് ബാധിച്ചവരെ പോലെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ മസ്ത് ബാധിച്ചവരെ പോലെ എഴുന്നേറ്റ് വരും. ബി ഔസാരിൻ കഅംസാലിൽ ജിബാലി, പർവ്വതങ്ങൾക്ക് സമാനമായ തെറ്റുകളുമായിട്ടാണ് ആളുകൾ എത്തുന്നത്. പർവ്വത സമാനമായ തെറ്റുകളും കുറ്റങ്ങളുമായിട്ടാണ് ആളുകൾ എത്തുന്നത്.
وقد نصب الصراط لكي يجوزوا فمنهم من يكب على الشمال. അപ്പോഴതാ അവർക്ക് കടന്നു പോകുവാനായിട്ട് സിറാത്ത് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ അതിന്റെ പുറത്തുകൂടി രക്ഷപ്പെടാൻ പോകുന്നു. അപ്പോൾ ഇടതുഭാഗം കുത്തിയവർ നരകത്തിലേക്ക് പതിക്കുന്നു. വമിൻഹും മയ്യസീറു ലിദാരി അദ്നി, ജന്നാത്തു അദ്നിലേക്ക്, ചിരവാസത്തിന്റെ സ്വർഗത്തിലേക്ക് ചില ആളുകൾ എത്തിപ്പെട്ടുപോയി. തൽഖാഹുൽ അറായിസ ബിൽ ഗവാലി, ഉയർന്ന മുന്തിയ തരം അത്തറുകൾ പൂശിക്കൊണ്ടിരിക്കുന്ന സ്വർഗ സ്ത്രീകളിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്തു പോയി, അവർ കണ്ടുപോയി. യഖൂലു ലഹുൽ മുഹൈമിനു യാ വലിയ്യി ഗഫർതു ലകദ്ദുനൂബ ഫലാ തുബാലി. യഖൂലു ലഹുൽ മുഹൈമിൻ, പടച്ച തമ്പുരാൻ എല്ലാത്തിനെയും മേലന്വേഷണം നടത്തുന്ന, എല്ലാത്തിനെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പടച്ച തമ്പുരാൻ പറയുന്നു, യാ വലിയ്യി, എന്റെ മിത്രമേ, എന്റെ മിത്രമേ എന്ന് പടച്ചവൻ ഇയാളെ വിളിക്കുന്നു. ഗഫർതു ലകദ്ദുനൂബ ഫലാ തുബാലി, ഇതാ നിന്റെ പാപങ്ങൾ മുഴുവനും ഞാനിതാ പുറത്തു തന്നിരിക്കുന്നു, അതൊന്നും ഞാനൊരു വിലയും കൊടുക്കുന്നില്ല, എല്ലാം നിനക്ക് ഞാനിതാ വിട്ടു തന്നിരിക്കുന്നു എന്ന് മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അയാളോട് പറയും. സഹോദരങ്ങളെ, അങ്ങനെ ഒരു വാർത്ത കേൾക്കണമെങ്കിൽ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. ധാരാളം കർമ്മങ്ങളിലൂടെ, നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളിലൂടെ, ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ ജീവിതം ധന്യമാക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഈ കടന്നുപോകുന്ന മേഖലകളിലൂടെ, പടച്ച തമ്പുരാൻ മനുഷ്യൻ കടന്നുപോകാൻ നിശ്ചയിച്ച മേഖലകൾ താണ്ടുവാൻ നമുക്ക് സാധ്യമേയല്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യവത്തായ ഒരു ജീവിതം നയിക്കാനാവട്ടെ നമ്മുടെ ശ്രമം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, പടച്ചവനെ, അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ നിനക്കറിയുന്നതാണ്. ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പല ആളുകളും രോഗഗ്രസ്തരായി കിടക്കുകയാണ്. അവർ രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ. എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗം വെച്ചവൻ നീയാണ്. ആ രോഗത്തിന് ശിഫ നൽകുവാനുമുള്ള കഴിവ് പടച്ചവനെ നിനക്ക് മാത്രമേ ഉള്ളൂ തമ്പുരാനെ. രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ശക്തമായ പ്രയാസത്താൽ, ശക്തമായ രോഗം കാരണം അവർ ചികിത്സയിലാണ്. പടച്ചവനെ, നിനക്കെല്ലാം അറിയുന്നവനാണല്ലോ തമ്പുരാനെ. അവർ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. ഭയാനകമായ മാരകമായ രോഗം തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അത് താങ്ങാനുള്ള കൽപ്പ് ഞങ്ങൾക്കില്ല തമ്പുരാനെ. ഞങ്ങൾക്ക് നീ എല്ലാ ഹൈറും ബർക്കത്തും ചൊരിഞ്ഞു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ പല നാടുകളും കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. മുസ്ലിമായതിന്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നവരുണ്ട് പടച്ചവനെ. അവരുടെ എല്ലാ അക്രമങ്ങളും, അവരുടെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. അവർക്ക് നീ സുഖവും സൗഭാഗ്യവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പടച്ചവനെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നിന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അമലുകൾ കുറവാണതിന്റെ പേരിൽ ഞങ്ങളെ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ അമലുകൾക്ക് വല്ല കുറവുകളും ഉണ്ടെങ്കിൽ റഹ്മാനായ റഹീമായ ഗഫൂറായ തമ്പുരാനെ, നീ അത് പുറത്ത് ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നവയിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ ചുരുട്ടിക്കൂട്ടി ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് കടന്നു പോകൂ എന്ന് പറയപ്പെടുന്ന ഗുണം കെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ നാഥ. സ്വർഗത്തിലേക്ക് എത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.